Dear children, Business Studies ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബിസിനസ് എന്ന് നമ്മൾ പഠിച്ചു, ഓർക്കുന്നില്ലേ? എന്താണ്? ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് undertaken with a motive of earning profit by satisfying human needs in society. അതായത് മനുഷ്യ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ലാഭേച്ഛയോടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനത്തെ ബിസിനസ് എന്ന് പറയുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First, it is an economic activity. ഇപ്പൊ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞു ബിസിനസ് ഇസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി എന്നല്ലേ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇത് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. It is undertaken with an object of earning money or livelihood, but not for love, affection, etc. ധനസമ്പാദനത്തിനായോ ഉപജീവനത്തിനായോ ഏറ്റെടുക്കുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. അത് സ്നേഹം, വാത്സല്യം ഇത്തരത്തിലുള്ള മറ്റു വികാരങ്ങളാൽ ഏർപ്പെടുന്ന പ്രവർത്തനമല്ല. എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? അതായത് ഫോർ ഏണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ്, അല്ലെങ്കിൽ അത് അവരുടെ ജീവിത മാർഗമാണ്. അല്ലാതെ എന്തെങ്കിലും സ്നേഹത്തിന്റെയോ വാത്സല്യത്തിന്റെയോ സഹതാപത്തിന്റെയോ ഇത്തരത്തിലുള്ള വികാരങ്ങളിൽ ഒന്നും ഏർപ്പെടുന്ന ഒരു പ്രവർത്തനമല്ല ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. എക്സാമ്പിൾ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ആർട്ടിക്കിൾസ് ബൈ എ ഷോപ്പ് കീപ്പർ. ഒരു ഷോപ്പ് കീപ്പർ തന്റെ കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും അവ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവന്റെ ജീവിതമാർഗമാണ്, അല്ലെങ്കിൽ മണി ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം അഥവാ സംഭരണം. Every business should either produce or acquire the goods in which it deals. എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഒന്നുകിൽ സാധനങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉൽപാദകരിൽ നിന്ന് അവ ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് വിൽക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഗുഡ്സ് മേ കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്നും കൺസ്യൂമർ ഗുഡ്സ് എന്നുമാണ് നമുക്ക് ഗുഡ്സിനെ രണ്ടായി തിരിക്കാം. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാല്? മൂലധന സാധനങ്ങൾ എന്നാണ്. അതായത് capital goods are any goods used to help increase future production. ഭാവിയിലെ ഉൽപാദനം ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോക്തൃ സാധനങ്ങൾ എന്ന് പറഞ്ഞാലോ, അതായത് ഇവ കൺസ്യൂമേഴ്സ് വാങ്ങുകയും അവ നേരെ ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ ആ കൺസ്യൂമർ ഗുഡ്സ് ഫർദർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നില്ല, അത് കൺസ്യൂം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ നോക്കിക്കേ. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ മെഷീനറി, ഫർണിച്ചർ, ടൂൾസ്, ബിൽഡിംഗ്, ഇതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. കാരണം ഇവയെല്ലാം ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും പ്രൊഡക്ഷൻ നമ്മൾ നടത്തുകയായിരിക്കും ചെയ്യുന്നത്. കൺസ്യൂമർ ഗുഡ്സ് ഷുഗർ, പെൻ, നോട്ട്ബുക്ക്, ഫുഡ്, അതുപോലെ തന്നെ അപ്ലയൻസസ്, ക്ലോത്തിങ്സ്, ഓട്ടോമൊബൈൽസ്, ഇവയെല്ലാം കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഇവയെല്ലാം കൺസ്യൂമേഴ്സ് വാങ്ങി നേരെ അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവ കൊണ്ട് മറ്റൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മള് മാർക്കറ്റിൽ നിന്ന് കുറച്ച് പൈനാപ്പിൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നു. ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ജാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ആ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മൾ വാങ്ങിയ പൈനാപ്പിൾ കൺസ്യൂമർ ഗുഡ്സ് ആണ്. എന്നാൽ
ഒരു കമ്പനി, അതായത് ഇപ്പൊ ജൈവ് കമ്പനിയിലെ പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി കേട്ടിട്ടില്ലേ? അപ്പൊ അവരാണ് മാർക്കറ്റിൽ നിന്ന് ഈ പൈനാപ്പിൾ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. അത് വാങ്ങിയിട്ട് അതുകൊണ്ട് ജ്യൂസ്, ജാം ഇതൊക്കെ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവ വിൽപ്പന നടത്തുന്നു. അപ്പൊ ഇവിടെ കമ്പനിയെ സംബന്ധിച്ച് പൈനാപ്പിൾ എന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അപ്പോൾ ഒരു ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് ആണോ കൺസ്യൂമർ ഗുഡ്സ് ആണോ എന്നത് അതിന്റെ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ച് ഒരു ബിസിനസ് കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് ആണോ കൺസ്യൂമർ ഗുഡ്സ് ആണോ എന്നുള്ളത് ഓരോന്നിന്റെ ഉപയോഗത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. So, capital goods become an input for other business to produce consumer goods. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു. While consumer goods is any goods purchased for consumption and not used later for the production of another goods. എന്നാൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് അവ കൺസ്യൂം ചെയ്യുന്നതിന്, കൺസംഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വാങ്ങുന്നത്. അതല്ലാതെ അത് ഉപയോഗിച്ച് പിന്നീട് പ്രൊഡക്ഷൻ നടത്തി മറ്റൊരു കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അത് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ ബിസിനസിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ ബിസിനസ്സും ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചിട്ടായിരിക്കണം അത് വിൽക്കുന്നതെന്ന് നിർബന്ധമില്ല. ചിലത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകാം, മറ്റു ചില ബിസിനസ്സുകൾ എവിടെ നിന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഒരു റീറ്റെയിലർ ആണെങ്കിൽ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും പ്രൊക്യൂർ ചെയ്യും. ഒരു ഹോൾസെയിൽ ഷോപ്പാണ് നടത്തുന്നതെങ്കിൽ മാനുഫാക്ചറുടെ അടുത്ത് നിന്നായിരിക്കും അവന്റെ ഉൽപ്പന്നങ്ങൾ അവന് നേടിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് മനസ്സിലായതാണല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. സാധനങ്ങളോ സേവനങ്ങളോ ബിസിനസ് ഡീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ എല്ലായ്പ്പോഴും ഗുഡ്സ് തന്നെ ആയിരിക്കണം ഡീൽ ചെയ്യുന്നതില്ല, ചിലപ്പോൾ സേവനങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. അതായത് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് ഇവരൊക്കെ ചെയ്യുന്നത് സർവീസ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ഉണ്ടോ? സർവീസസ് മേ ഇൻക്ലൂഡ് ഫെസിലിറ്റീസ് ഓഫേർഡ് ടു കൺസ്യൂമേഴ്സ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. Third character, sale or exchange of goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയും കൈമാറ്റവും. അതായത് there should be a sale or exchange of goods or services between the seller and buyer. ഇപ്പൊ ബിസിനസ് ആകണമെങ്കിൽ അവിടെ നിശ്ചയമായിട്ടും സാധനങ്ങളോ സേവനങ്ങളോ ബയറും സെല്ലറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ സാധനങ്ങളോ സേവനങ്ങളോ ഇവയുടെ വിൽപ്പനയും കൈമാറ്റവും അവിടെ നടന്നിട്ടുണ്ടാകും. ബിസിനസ്സിൽ പ്രതിഫലം കൈപ്പറ്റി സാധനങ്ങളും സേവനങ്ങളും കൈമാറുന്നതാണ് ബിസിനസ് പ്രവർത്തനം. സാധനങ്ങൾ ഉണ്ടാക്കുന്നതും സേവനങ്ങൾ നൽകുന്നതും വീട്ടിലെ ഉപഭോഗത്തിനാണെങ്കിൽ അതിനെ ബിസിനസ് പ്രവർത്തനം എന്ന് വിളിക്കാമോ? ഇല്ല. ഇപ്പൊ കുടുംബത്തിനായിട്ട് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ബിസിനസ് അല്ല. പക്ഷെ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം പാകം ചെയ്ത് വിൽക്കുന്നത് ബിസിനസ് ആണെന്ന് പറയാം. അപ്പൊ ബിസിനസിന്റെ തേർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൽ എന്തുണ്ടായിരിക്കണം? സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ്, ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സ്ഥിരാടിസ്ഥാനത്തിലുള്ള കൈകാര്യം ചെയ്യൽ. ഇപ്പൊ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഡീൽ ചെയ്താൽ മാത്രമേ അത് ബിസിനസ് ആവുകയുള്ളൂ. A single transaction cannot be treated as a business. ഒരു ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ഒരൊറ്റ ട്രാൻസാക്ഷൻ മാത്രം നടത്തിയെന്നാൽ അതിനെ ബിസിനസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. എക്സാമ്പിൾ നോക്കുക. A person sells his old scooter even at a profit cannot be treated as a business as there is no continuity. ഒരു വ്യക്തി തന്റെ പക്കലുണ്ടായിരുന്ന പഴയ സ്കൂട്ടർ ലാഭത്തിനാണ് വിറ്റത് എങ്കിൽ പോലും അതിനെ ഒരു ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഡീൽ ചെയ്യുന്നില്ല. ഒരൊറ്റ തവണ അയാളുടെ സ്കൂട്ടർ ലാഭത്തിന് വിറ്റു എന്ന് എഴുതി കരുതി അത് അയാളുടെ ബിസിനസ് ആണെന്ന് പറയാമോ? പറ്റത്തില്ല. എന്നാൽ സ്ഥിരമായിട്ട് ഇയാളിപ്പോ പഴയ സ്കൂട്ടറുകൾ വാങ്ങി മറിച്ച് വിൽക്കുകയാന്ന് വിചാരിക്കുക.
അത് അയാളുടെ തൊഴിലാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ബിസിനസ് എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? അതായത് ഒന്നുകൂടി പറയാം, സാധനങ്ങളും സേവനങ്ങളും തുടർച്ചയായും സ്ഥിരമായും കൈകാര്യം ചെയ്യുന്നത് ബിസിനസ്സിൽ ഉൾപ്പെടുന്നു. വിൽപ്പനയുടെയോ വാങ്ങലിന്റെയോ ഒരു ഇടപാട് മാത്രമാണെങ്കിൽ അത് ബിസിനസ് ആകുന്നില്ല. ക്ലിയർ? നെക്സ്റ്റ് ക്യാരക്ടർ, ഏണിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കൽ. The business activity must be intended to earn profit. ഈ ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാകണം? ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം ബിസിനസ് ചെയ്യുന്നത്. നമുക്കറിയാം ബിസിനസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കലാണ്. ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭമുണ്ടാക്കാതെ ഒരു ബിസിനസ്സിനും നിലനിൽക്കില്ല. ലാഭമില്ലാതെ ബിസിനസ്സിന് ലോങ് ടൈമിലേക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വിൽപ്പന വർദ്ധിപ്പിച്ചുകൊണ്ടോ ചെലവ് കുറച്ചുകൊണ്ടോ ലാഭം പരമാവധിയാക്കാൻ ബിസിനസ്സുകാർ ശ്രമിക്കുന്നു. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ലാഭം കൂട്ടണമെങ്കിൽ ഒന്നുകിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ കോസ്റ്റ് കുറയ്ക്കണം. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ബിസിനസ് മാൻ ഷുഡ് ടേക്ക് ഓൾ പോസിബിൾ എഫേർട്സ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ബൈ ഇൻക്രീസിംഗ് സെയിൽസ് വോളിയം ഓർ റെഡ്യൂസിംഗ് കോസ്റ്റ്. അതായത് സെയിൽസിന്റെ വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടോ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടോ ബിസിനസ്മാൻ തന്റെ ബിസിനസിന്റെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ അവിടെ നടത്തിയിരിക്കണം. അതുകൊണ്ട് ബിസിനസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഏണിംഗ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്യാരക്ടർ, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. എന്താ റിട്ടേൺ എന്ന് പറഞ്ഞാല്? വരുമാനം അല്ലെങ്കിൽ പ്രതിഫലം അല്ലെ? അതായത് വരുമാനത്തിലെ അനിശ്ചിതത്വം. നോ ബിസിനസ് ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അതായത് ഒരു ബിസിനസ്സിനും തന്റെ ഫ്യൂച്ചറിലെ പ്രോഫിറ്റ് എന്തുമാത്രമായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുമോ? പറ്റില്ല. ഒരു ബിസിനസ്സുകാർക്കും ഫ്യൂച്ചർ പ്രോഫിറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ബിസിനസിന്റെ വരുമാനത്തിൽ എല്ലായ്പ്പോഴും അനിശ്ചിതത്വം ഉണ്ടാവും. ഈ വരുമാനത്തിലെ അനിശ്ചിതത്വം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ബിസിനസ്സിൽ എത്രമാത്രം സമ്പാദിക്കാം എന്നതിനെ കുറിച്ചുള്ള അറിവിന്റെ അഭാവമാണ്. ക്ലിയർ? നെക്സ്റ്റ്, എലമെന്റ് ഓഫ് റിസ്ക്, നഷ്ടസാധ്യത. Every business is subject to risk due to various reasons. എല്ലാ ബിസിനസ്സിലും വളരെ റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ നഷ്ടസാധ്യതകളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. എന്താണ് റിസ്ക്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്കറിയാം ബിസിനസിന്റെ ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. ചില അനിശ്ചിതത്വവും പ്രതികൂലവും അല്ലെങ്കിൽ അനഭിലഷണീയമായ സംഭവങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഉപഭോക്താക്കളുടെ അഭിരുചിയിലും അതുപോലെ ഫാഷനിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം, അതായത് കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്, നാച്ചുറൽ കലാമിറ്റീസ് വരുന്നത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരുപാട് വെള്ളപ്പൊക്കത്തെയൊക്കെ ഫേസ് ചെയ്തതാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ബിസിനസ്സിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ തന്നെ നമ്മൾ COVID-19 അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആക്കി തീർക്കുന്ന പല കാരണങ്ങളാണ്. അപ്പൊ അതിനാണ് എക്സാമ്പിൾ റിസ്കിന്റെ ചേഞ്ച് ഇൻ ഫാഷൻ, ഫയർ, തെഫ്റ്റ്, നാച്ചുറൽ കലാമിറ്റീസ് എക്സെട്ര. അപ്പൊ ഇവയൊക്കെയാണ് ബിസിനസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് പോകാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ് പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ. അപ്പൊ വിവിധ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മേഖലകൾ, വലുപ്പം, സ്വഭാവം, ഉടമസ്ഥതാ രൂപം എന്നിവയെല്ലാം വ്യത്യസ്തമാണെങ്കിലും എല്ലാറ്റിനും സമാനമായ ചില സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ്, an economic activity, അതായത് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. Business is considered to be an economic activity
because it is undertaken with the objective of earning money or livelihood and not out of love, affection, sympathy or any other emotion. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് അല്ലെ? ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ എക്കണോമിക് ആക്ടിവിറ്റി because it is undertaken with the objective of earning money or livelihood. കാരണം എന്താണ്? ധനസമ്പാദനമാണ് അല്ലെങ്കിൽ ജീവിത മാർഗമാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഔട്ട് ഓഫ് ലവ്, അഫെക്ഷൻ, സിമ്പതി ഓർ എനി അതർ ഇമോഷൻ. അല്ലാതെ സ്നേഹം, ദയ തുടങ്ങിയ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്ത് ആക്ടിവിറ്റിയാണ് നമുക്ക് പറയാം? ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശേഖരണവും ഉൽപാദനവും. എവരി ബിസിനസ് എന്റർപ്രൈസ് either manufactures the goods it deals or acquires them from producers to be further sold to consumers or users. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒന്നുകിൽ അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അവർ ഡീൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു പ്രൊഡ്യൂസേഴ്സിന്റെ ഉൽപാദകരുടെ അടുത്ത് നിന്ന് അത് ശേഖരിക്കുകയോ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ടു ബി ഫർദർ സോൾഡ് ടു കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ്. അവ അങ്ങനെ പ്രൊക്യൂർ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് ആവശ്യക്കാർക്കോ അത് വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് കൺസ്യൂമബിൾ ഐറ്റംസ് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാകാം. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷുഗർ, ഗീ, പെൻ, നോട്ട്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാകാം, അതായത് മെഷീനറി, ഫർണിച്ചർ ഇവയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്ന ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സ് ആകാം, ക്യാപിറ്റൽ ഗുഡ്സ് ആകാം. അതുപോലെ ഡീൽ ചെയ്യുന്നത് സർവീസസ് ഉണ്ട്. ഇപ്പൊ സർവീസസ് മേ ഇൻക്ലൂഡ് കണ്ടോ, ഫെസിലിറ്റീസ് ഓഫേർഡ് ടു കൺസ്യൂമേഴ്സ്, ബിസിനസ് ഫേംസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ദ ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി. അപ്പൊ ഇതൊക്കെ എന്താണ്? സേവനങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എല്ലാ ബിസിനസ്സിലും എന്തുണ്ടായിരിക്കും? പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, തേർഡ് ക്യാരക്ടർ, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യൽ. Directly or indirectly, business involves transfer of exchange of goods and services for value. അപ്പോൾ പ്രതിഫലത്തിനായി ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രത്യക്ഷമായോ പരോക്ഷമായോ കൈമാറ്റം ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും ബിസിനസ് പ്രവർത്തനങ്ങളാണ്. If goods are produced not for the purpose of sale but for personal consumption, it cannot be called a business activity. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നത് ഒരു ബിസിനസ് പ്രവർത്തനമല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കുടുംബാംഗങ്ങൾക്കായിട്ട് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ബിസിനസ് പ്രവർത്തനമാണോ? അല്ല. എന്നാൽ ഈ തയ്യാറാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്കായി ഒരു ഹോട്ടലിൽ കൂടി വിൽപ്പന നടത്തുമ്പോൾ അതിനെ ബിസിനസ്സായി കണക്കാക്കാം. അപ്പോൾ ബിസിനസ് പ്രവർത്തനത്തില് വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റം നിർബന്ധമാണ്. അപ്പൊ ഈ ഒരു സെന്റൻസും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. One essential characteristic of business is that there should be sale or exchange of goods or services between the buyer and seller. അപ്പൊ നിശ്ചയമായും ബിസിനസ്സിന് എന്തുണ്ട്? സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. എന്താണ് ഇവിടെ പറയുന്നത്? സാധനങ്ങളും സേവനങ്ങളും തുടർച്ചയായി കൈകാര്യം ചെയ്യൽ. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് എങ്ങനെ വേണം? റെഗുലർ ബേസിസിൽ ഡീൽ ചെയ്യണം. Business involves dealing in goods or services on a regular basis. One single transaction of sale or purchase therefore does not constitute business. ലാഭം നേടുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് തുടർച്ചയായി ലഭ്യമാക്കുമ്പോൾ മാത്രമേ അതൊരു ബിസിനസ് പ്രവർത്തനമാകുന്നുള്ളൂ.
ഒരു വ്യക്തി തന്റെ സ്വകാര്യ വസ്തുക്കൾ ലാഭത്തിന് വിറ്റാൽ പോലും അതിനെ ബിസിനസ്സായി കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ പേഴ്സൺ സെൽസ് ഹിസ് ഓർ ഹെർ ഡൊമസ്റ്റിക് റേഡിയോ സെറ്റ് ഈവൻ അറ്റ് എ പ്രോഫിറ്റ് ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് എ ബിസിനസ് ആക്ടിവിറ്റി. തന്റെ വീട്ടിലെ ഡൊമസ്റ്റിക് റേഡിയോ സെറ്റ് അത് ലാഭത്തിന് വിറ്റാൽ പോലും അതിനെ ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ബട്ട് ഇഫ് ഹി ഓർ ഷീ സെൽസ് റേഡിയോ സെറ്റ്സ് റെഗുലർലി എയ്തർ ത്രൂ എ ഷോപ്പ് ഓർ ഫ്രം ഹിസ് ഓർ ഹെർ റെസിഡൻസ് ഇറ്റ് വിൽ ബി റിഗാർഡഡ് ആസ് എ ബിസിനസ് ആക്ടിവിറ്റി. എന്നാൽ അദ്ദേഹം ഈ വിൽപ്പന തന്റെ ഒരു വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഷോപ്പ് വഴിയോ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിനെ ബിസിനസ് ആയിട്ട് കണക്കാക്കാം. അപ്പം ബിസിനസ് ആകണമെങ്കിൽ ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ വേണം? റെഗുലർ ബേസിസിൽ നടത്തിയിരിക്കണം. നെക്സ്റ്റ് ക്യാരക്ടർ പ്രോഫിറ്റ് ഏണിംഗ്, അതായത് ലാഭ സമ്പാദനം. വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ ഇൻകം ബൈ വേ ഓഫ് പ്രോഫിറ്റ്. ബിസിനസിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ലാഭം നേടുക എന്നതാണ്. നോ ബിസിനസ് ക്യാൻ സർവൈവ് ഫോർ ലോങ് വിത്തൗട്ട് പ്രോഫിറ്റ്. ഒരു ബിസിനസിനും ലാഭം നേടാതെ ദീർഘകാലം നിലനിൽക്കാൻ പറ്റില്ല. That is why businessmen make all possible efforts to maximize profit by increasing the volume of sales or reducing cost. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ബിസിനസ്സുകാരനും തന്റെ ലാഭം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പരിശ്രമങ്ങളും നടത്തേണ്ടതുണ്ട്. അത് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്താകാം, അല്ലെങ്കിൽ ബിസിനസിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടാകാം. അപ്പോൾ ബിസിനസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് പ്രോഫിറ്റ് ഏണിംഗ്. നെക്സ്റ്റ്, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, വരുമാനത്തിലെ അനിശ്ചിതത്വം. Uncertainty of return refers to the lack of knowledge relating to the amount of money that the business is going to earn in the given period. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വരുമാനത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ബിസിനസിന്റെ പ്രത്യേകതയാണ്. അപ്പം എത്ര ശ്രമം നടത്തിയെന്നാലും നഷ്ടസാധ്യതകൾ ബിസിനസ്സിൽ നിലനിൽക്കുന്നു. എത്രമാത്രം നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നുണ്ട് എങ്കിൽ പോലും ബിസിനസ്സിൽ ഈ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ഉണ്ടായിരിക്കും. നഷ്ടസാധ്യതകൾ ബിസിനസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ്. നെക്സ്റ്റ്, എലമെന്റ് ഓഫ് റിസ്ക്, അതായത് ഈ റിസ്ക് ഉള്ളത് കൊണ്ടാണ് എന്ത് വരുന്നത്? അൺസർട്ടനിറ്റി വരുന്നത്. നമുക്ക് ബിസിനസിന്റെ റിട്ടേൺ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ റിസ്ക്, എലമെന്റ് ഓഫ് റിസ്ക് വരുന്നതുണ്ട്. അപ്പം ബിസിനസിന്റെ മറ്റൊരു ക്യാരക്ടറാണ് ഈ എലമെന്റ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ഈസ് ദ അൺസർട്ടനിറ്റി അസോസിയേറ്റഡ് വിത്ത് ആൻ എക്സ്പോസർ ടു ലോസ്. എല്ലാ ബിസിനസ് സ്ഥാപനവും ഇത്തരത്തില് പല അപ്രതീക്ഷിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പല നഷ്ടസാധ്യതകളെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ റിസ്ക് എന്ന് പറയുന്നത് ഈ നഷ്ടസാധ്യതകളിലേക്കുള്ള ഒരു പോക്കാണ്. ഇപ്പൊ റിസ്ക് ഈസ് ദ അൺസർട്ടനിറ്റി അസോസിയേറ്റഡ് വിത്ത് an exposure to loss. It is caused by some unfavorable or undesirable events. അപ്പൊ ഇങ്ങനെ റിസ്ക് ഉണ്ടാകാനുള്ള കാരണം എന്താ? അൺഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ അനഭിലഷണീയമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ റിസ്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ കോസസ് ഒക്കെ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും ബിസിനസിന്റെ ക്യാരക്ടറൈസിസ് എന്ന ഹെഡിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇന്ന് പഠിച്ചത് ബിസിനസിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറൈസിസ് ആണ്. ക്യാരക്ടറൈസിസ് എന്നോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ബിസിനസ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ആൻസർ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒരു 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഭംഗിയായിട്ട് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതാൻ അറിയായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറൈസിസ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, an economic activity. Next, production of goods and services. Third, sale or exchange of goods and services. Fourth, regular dealings. Fifth, earning profit. Sixth, uncertainty of return. 7, element of risk. അപ്പോൾ എല്ലാവർക്കും ബിസിനസിന്റെ ക്യാരക്ടറൈസിസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.